എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പായസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നൊരു വെറൈറ്റി പായസമാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട്, തമിഴ്നാട്ടിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. അവർ പറഞ്ഞു തന്നിട്ടുണ്ടാക്കുന്ന പായസമാണ്. അവരുടെ ന്യൂ ഇയറിന് ഉണ്ടാക്കുന്ന പായസമാണെന്നാണ് പറഞ്ഞത്. പുതിയ വർഷം മുക്കണി പായസം എന്നാണ് പേര് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവർ പറഞ്ഞ പോലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതാ ഞാൻ ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അതേപോലെ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ ഇത് 2ാം പാലും 1ാം പാലുമാണ്. അതേപോലെ സാബുനരി വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഫ്രൂട്ട്സാണ്. ഇത് ഞാൻ ഏത്തപ്പഴവും ചെറിയ പഴവും നമ്മുടെ ചെറുപഴമില്ല അതുമാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്. ശരിക്കും ചെറുപഴം മാത്രമാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇതിൽ ഏത്തപ്പഴം കൂടെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ചക്ക, പഴുത്ത ചക്ക ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ലുലുന്ന് ഇവിടുന്ന് കിട്ടിയതാണ്. അതേപോലെ ഇതാ പഴുത്ത മാങ്ങയും. അപ്പോൾ ഈ 3 ഫ്രൂട്ട്സാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക, നെയ്യ്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും. ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഇതേ ഞാനിവിടെ ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഉരുളിയിലോട്ട് നമുക്കിത് ഈ ചെറുപയർ പരിപ്പ് വേവിച്ചതും ശർക്കരയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ നെയ്യിൽ വഴറ്റിയെടുക്കാം. ചെറുപയർ പരിപ്പ് ഇതാ നെയ്യിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാവേ. ശർക്കര കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കരയിൽ കിടന്ന് പരിപ്പ് നല്ലപോലെ ഒന്ന് കുറുകി വറ്റി വരട്ടെ. നല്ലപോലെ ശർക്കര ഇതിലോട്ട് പിടിക്കട്ടെ. ശർക്കരയിൽ കിടന്ന് നല്ലപോലെ പരിപ്പ് വറ്റി വന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ചു. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ഈ ചവ്വരിയില്ല, അത് കുറച്ച് ചേർത്ത് കൊടുക്കാവേ. ഇതാ ഞാൻ ചവ്വരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എടുത്ത് വെച്ച ചവ്വരി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. നമ്മൾ സാധനങ്ങളൊക്കെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ച് പരിപ്പൊക്കെ വേവിച്ച് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഈ പായസം ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്കിതാ ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച 2ാം പാലില്ലേ, അത് ചേർത്ത് കൊടുക്കാവേ. ഇനി ഈ 2ാം പാലിൽ കിടന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. 2ാം പാലിൽ കിടന്ന് ഈ പരിപ്പും സാബുനരിയൊക്കെ നല്ലപോലെ തിളച്ചൊന്ന് വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ ഇവിടെ അരിഞ്ഞ് മാറ്റി വെച്ച പഴങ്ങളില്ലേ, അതൊക്കെ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. അവിടെ ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യിൽ നമുക്ക് ഈ പഴങ്ങളെല്ലാം ഒന്ന് വഴറ്റിയിട്ടെടുക്കട്ടെ. ഞാൻ ചക്കപ്പഴം ഇതിലോട്ട് ഇട്ടത് നെയ്യിൽ കിടന്ന് മൂക്കുന്നുണ്ട്. ശരിക്കും ഇത് നെയ്യിൽ മൂപ്പിച്ചിടുവൊന്നും വേണമെന്നില്ല. അങ്ങനെ ഡയറക്റ്റ് തന്നെ ഫ്രൂട്ട്സൊക്കെ അതിലോട്ട് ഇടാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞാനൊന്ന് ജസ്റ്റ് നെയ്യിലൊന്ന് വാട്ടിയെടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലോട്ട് പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് പഴം ഇട്ട് കൊടുത്താൽ മതിയേ. മാങ്ങയും കൂടെ ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ പഴവും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ആക്കട്ടെ. പരിപ്പ് എന്തായി നമുക്ക് നോക്കാമല്ലോ, ഒന്ന് ഇളക്കി നോക്കട്ടെ. പരിപ്പ് നല്ലപോലെ വെന്ത് ഇതിൻ്റെ കൂടെ മിക്സ് ആയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഈ മിക്സ് ആയിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ ഇത് നെയ്യിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് പരിപ്പ് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ വഴറ്റി വെച്ച ഫ്രൂട്ട്സൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ച ഫ്രൂട്ട്സ് എടുത്ത് വെച്ച ഫ്രൂട്ട്സ് മൊത്തം ഇതിലോട്ട് ചേർത്ത് ഇനിയിപ്പോൾ ഇതിൽ 2 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചേർക്കാനുള്ളൂ. തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ച 1ാം പാലും ചേർക്കുക. അതേപോലെ പൊടിച്ച് വെച്ച ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും വറുത്തത് ഇടാം. തീ ഓഫ് ചെയ്യട്ടെ. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെച്ച 1ാം പാല് ചേർക്കാം. ഞാൻ 1ാം പാല് ചേർക്കുവാണ്. തീ ഓഫ് ചെയ്തു. നല്ല കട്ടി തേങ്ങാപ്പാലാണ് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചതാണിത്. അതുപോലെ ഇതാ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കട്ടെ.
അങ്ങനെ ഇന്നത്തെ നമ്മളെ അടിപൊളി നല്ല ടേസ്റ്റുള്ള പായസമാണ്. ഞാൻ ഇടയ്ക്ക് കഴിച്ചു നോക്കി. ഫ്രൂട്ട്സും പയറൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ തേങ്ങാപ്പാലും ശർക്കരയും എല്ലാം കൂടെ ചേർന്ന് നല്ല അടിപൊളി പായസമാണ് ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെ മുക്കണി പായസം റെഡിയായി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ എല്ലാവരും ഈ പായസമൊക്കെ ഉണ്ടാക്കി നോക്കണേ. അപ്പം നാളെ വീണ്ടും നല്ലൊരു പായസമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.